ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ പാഠഭാഗങ്ങൾ എല്ലാവരും കണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് നമ്മൾ ആ പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ആദ്യം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ തുടങ്ങാം. ക്വസ്റ്റ്യൻ ആൻസർ സീരീസിലെ പാർട്ട് 1 ഇന്ന് നോക്കാം. അതിൽ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, ഡിഫൈൻ മെറ്റബോളിസം. മെറ്റബോളിസം എന്നത് ലിവിങ് ഓർഗാനിസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻ്റെയും ആകെ കൂട്ടമാണ്. വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്നത് ഓർഗാനിസത്തിന് സ്റ്റിമുലൈനെ സെൻസ് ചെയ്യാനും അതിന് റെസ്പോൺസ് നൽകാനും ഉള്ള കഴിവാണ്. നെക്സ്റ്റ്, നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ആണ് ലൈഫിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അടുത്തത്, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ഭൂമിയിലെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ വൈവിധ്യത്തെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ഇൻ വിട്രോ മീൻസ്? ഇൻ വിട്രോ എന്നത് ലിവിങ് ബോഡിക്ക് പുറത്തുള്ള ലബോറട്ടറി കണ്ടീഷനിൽ എന്നതാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇൻ വിവോ മീൻസ്? ഇൻ വിവോ എന്നത് ലിവിങ് ഓർഗാനിസത്തിനുള്ളിൽ എന്നതാണ് അർത്ഥം. നെയിം 1 ലിവിങ് ഓർഗാനിസം ദാറ്റ് ഡസ് നോട്ട് റീപ്രൊഡ്യൂസ്. മ്യൂൾ, കോവർ കഴുത. ഗീവ് 1 എക്സാമ്പിൾ ഓഫ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ ഇൻ പ്ലാന്റ്സ്. ടച്ച് മീ നോട്ട് പ്ലാന്റ്, തൊട്ടാവാടി. സ്പർശിക്കുമ്പോൾ അതിൻ്റെ ഇലകൾ മടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ വൈറസസ് കോൾഡ് ബോർഡർലൈൻ ഓർഗാനിസംസ്? വൈറസസ് ലീവിങ്ങും നോൺ ലീവിങ്ങും ആയ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നതിനാലാണ് അവയെ ബോർഡർലൈൻ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് സെല്ലുലാർ ഓർഗനൈസേഷൻ? ലിവിങ് ഓർഗാനിസംസ് സെൽസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് എന്നതാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നെയിം ദ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. മെറ്റബോളിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രോത്ത് ഇൻ ലിവിങ് ഓർഗാനിസംസ്? ലിവിങ് ഓർഗാനിസംസിൽ മാസും നമ്പർ ഓഫ് സെൽസും വർദ്ധിക്കുന്നതിനെ ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? ഓർഗാനിസംസ് പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. വിച്ച് പ്രോസസ് പ്രൊവൈഡ്സ് എനർജി ഇൻ ലിവിങ് ഓർഗാനിസംസ്? റെസ്പിറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മെറ്റബോളൈറ്റ്സ്? മെറ്റബോളിക് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെ മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? ഓർഗാനിസംസ് തങ്ങളുടെ എൻവയോൺമെൻറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ലൈഫ് ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻ? മെറ്റബോളിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് 1 നോൺ ലിവിങ് തിങ് ദാറ്റ് ഷോസ് ഗ്രോത്ത്. Crystal. What is the full form of DNA? Deoxyribonucleic acid. What is the study of living organisms called? Biology. What is meant by self-replication? തങ്ങളോട് സാമ്യമുള്ള ഓഫ്സ്പ്രിങ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന കഴിവിനെ ആണ് സെൽഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. Why is growth not considered a defining feature of living organisms? ഗ്രോത്ത് ഡിഫൈനിങ് ഫീച്ചറായി കണക്കാക്കാത്തത് മൗണ്ടൻസും ക്രിസ്റ്റൽസും പോലുള്ള നോൺ ലിവിങ് തിങ്സിനും സൈസ് വർദ്ധിക്കാനാകുന്നതിനാലാണ്. ലിവിങ് ഓർഗാനിസംസിൽ ഗ്രോത്ത് നടക്കുന്നത് സെൽ ഡിവിഷൻ പോലുള്ള ഇൻറ്റേർണൽ പ്രോസസ്സ് വഴിയാണ്. എന്നാൽ നോൺ ലിവിങ് തിങ്സിൽ ഗ്രോത്ത് നടക്കുന്നത് എക്സ്റ്റേണൽ അക്യുമുലേഷൻ മൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മെറ്റബോളിസം വിത്ത് എക്സാമ്പിൾസ്. മെറ്റബോളിസം എന്നത് ലിവിങ് ഓർഗാനിസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻ്റെയും ആകെ കൂട്ടമാണ്. ഇതിൽ ഉൾപ്പെടുന്നത് ആനബോളിസം ബിൽഡിംഗ് റിയാക്ഷൻസ്, കാറ്റബോളിസം ബ്രേക്കിംഗ് റിയാക്ഷൻസ്. എക്സാമ്പിൾ, റെസ്പിറേഷൻ, ഡൈജഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ് ഷോ മെറ്റബോളിസം, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, മെയ്ഡ് ഓഫ് സെൽസ്, ഗ്രോ internally. Non-living things, no metabolism, no response to stimuli, not cellular, grow externally. Next question, why is reproduction not an all-inclusive property of life?
മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് എന്നിവ പോലുള്ള ചില ലിവിങ് ഓർഗാനിസംസ് റീപ്രൊഡക്ഷൻ നടത്താറില്ല. അതിനാൽ റീപ്രൊഡക്ഷൻ മാത്രം ഉപയോഗിച്ച് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ കോൺഷ്യസ്നസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. കോൺഷ്യസ്നസ് എന്നത് ഓർഗാനിസത്തിന് എൻവയോൺമെൻ്റൽ സ്റ്റിമുലൈനെ സെൻസ് ചെയ്യാനും അതിന് റെസ്പോൺസ് നൽകാനുമുള്ള കഴിവാണ്. എക്സാമ്പിൾ, ഹ്യൂമൻസ് ചൂടുള്ള വസ്തുവിൽ നിന്ന് കൈ പിൻവലിക്കുന്നു. പ്ലാന്റ്സ് ലൈറ്റിലേക്ക് വളയുന്നു. വൈ ആർ വൈറസസ് കോൾഡ് കണക്റ്റിംഗ് ലിങ്ക്സ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്? വൈറസസ് ഹോസ്റ്റ് സെൽസിനുള്ളിൽ മാത്രമാണ് ലിവിങ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. അവിടെ അവ റീപ്രൊഡക്ഷൻ നടത്തുന്നു. ഹോസ്റ്റിനു പുറത്താകുമ്പോൾ അവ ഇനാക്റ്റീവായി തുടരുകയും നോൺ ലിവിങ് തിങ്സ് പോലെ ക്രിസ്റ്റലൈസ്ഡ് ആകുകയും ചെയ്യുന്നു. വാട്ട് ഈസ് സെല്ലുലാർ ഓർഗനൈസേഷൻ? സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസ് കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് എന്നതാണ്. സെൽസ് എല്ലാ എസൻഷ്യൽ ലൈഫ് പ്രോസസ്സും നിർവഹിക്കുന്നു. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റബോളിസം ഇൻ ലിവിങ് ഓർഗാനിസംസ്? മെറ്റബോളിസംസ് ഗ്രോത്ത്, റിപ്പയർ, ബോഡി മെയിൻ്റനൻസ് എന്നിവയ്ക്കാവശ്യമായ എനർജിയും മെറ്റീരിയൽസും നൽകുന്നു. അതിനാൽ മെറ്റബോളിസം സർവൈവലിന് എസൻഷ്യൽ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻ വിട്രോ ആൻഡ് ഇൻ വിവോ. ഇൻ വിട്രോ occurs outside the body, done under laboratory condition. In vivo occurs inside the body, occurs naturally in organisms. Why is response to stimuli important for living organisms? Response to stimuli ഓർഗാനിസത്തിന് എൻവയോൺമെൻ്റൽ ചേഞ്ചിന് റിയാക്ട് ചെയ്യാനും സറൗണ്ടിങ്സിൽ സർവൈവൽ ഉറപ്പാക്കാനും സഹായിക്കുന്നു. വാട്ട് ആർ ദ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്? മെറ്റബോളിസംസും കോൺഷ്യസ്നസ്സും ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസായി കണക്കാക്കപ്പെടുന്നു. എക്സ്പ്ലെയിൻ ഗ്രോത്ത് ഇൻ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിൽ ഗ്രോത്ത് നടക്കുന്നത് സെൽ ഡിവിഷൻ വഴി സെൽ നമ്പറും സെൽ സൈസും വർദ്ധിക്കുന്നതിനാലാണ്. വൈ ആർ സെൽസ് കോൾഡ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്? സെൽസ് ശരീരത്തിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തുകയും റെസ്പിറേഷൻ, ഡൈജഷൻ, റീപ്രൊഡക്ഷൻ പോലുള്ള എല്ലാ ലൈഫ് ആക്ടിവിറ്റീസും നിർവഹിക്കുകയും ചെയ്യുന്നു. എക്സ്പ്ലെയിൻ സെൽഫ് റെപ്ലിക്കേഷൻ ഇൻ ലിവിങ് ഓർഗാനിസംസ്. സെൽഫ് റെപ്ലിക്കേഷൻ എന്നത് ഓർഗാനിസംസ് റീപ്രൊഡക്ഷൻ വഴി തങ്ങളോട് സാമ്യമുള്ള ഓഫ്സ്പ്രിങ്സിനെ ഉൽപ്പാദിപ്പിക്കുന്ന കഴിവാണ്. എക്സാം റൈറ്റിംഗ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഹെഡിങ്സും പോയിൻറ്സും ഉപയോഗിക്കുക. എക്സാമ്പിൾസ് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ ഉപയോഗിക്കുക. കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.